ഹലോ, ഞങ്ങളപ്പോൾ ഇറങ്ങി. രാവിലെ ആയി, കുറേ ലേറ്റായി. 3 മണിക്ക് ഇറങ്ങണം വേണ്ടി ഞങ്ങൾ 6 മണി ഇറങ്ങുമ്പോൾ आरू आरू ओ आरू एक हाय करो. പോച്ചോ പോച്ചോ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും വിശക്കണു രാവിലെ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ, എല്ലാവരും വിശക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട്, അതിന് മുമ്പ് ഞങ്ങളിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പോയത് കേട്ടോ. സ്ഥലം എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പം ഒന്നും ഓപ്പൺ ആയിട്ടില്ല, കാരണം ഒരുപാട് സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ കുറച്ച് വേഫറും കാര്യങ്ങളൊക്കെ ഐഷു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐഷു കൊണ്ടുവന്ന വേഫേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്, കുട്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം വിശപ്പടക്കി ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോയി കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ നിർത്തിയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റിയിട്ടാ. നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും അത്യാവശ്യം രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ടും രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ടും ഭക്ഷണം ഒന്നും മര്യാദയ്ക്ക് ശരിയാവാത്തതുകൊണ്ടും ഒക്കെ നമുക്ക് വാഷ്റൂമിൽ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വലിയൊരു സത്യം. അങ്ങനെ പിന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തിയതുകൊണ്ട് വാഷ്റൂമിലൊന്ന് പോയി എന്ന് മാത്രം കേട്ടോ. അതൊരു യൂസ് ഉണ്ടായി നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകും തോറും ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നുണ്ട്, എന്തൊക്കെയാ സംഭവങ്ങളുണ്ട്, അവർ ട്രക്കുകളുടെ തിരക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഇരുന്ന് ഞങ്ങൾ ഒരു പരുവായി. പിന്നെ ഒരുവിധം കുറേ ദൂരം നമ്മൾ പോയി കുറച്ച് പിന്നെ മുന്നോട്ട് പോകുമ്പോഴേക്കും ബ്ലോക്കൊക്കെ ഒന്ന് മാറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി. ദ ഗ്രാൻഡ് ഗായത്രി അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ആയിരുന്നു പേര് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സ്പീഡാക്കിയത് കാരണം നിങ്ങൾക്കത് ക്ലിയർ ആവണില്ല എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി. നല്ല അറ്റ്ലീസ്റ്റ് അവിടെയും അതുപോലത്തെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ പോയിട്ട് അത്യാവശ്യം ഗുജറാത്തി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ പോയിട്ട് അജുവേട്ടനും കണ്ണനും കൂടെ പോയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. കുട്ടികൾ അപ്പോഴേക്കും അടുത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ആദ്യം പിള്ളേർ അങ്ങോട്ട് ചാടിക്കയറി ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് പോലും വേണ്ടാന്നിട്ട് അവർ അങ്ങോട്ട് ഓടി. എത്ര നേരം വിശക്കുന്നു പറഞ്ഞ് കയറ് പൊട്ടിച്ച് പിള്ളേരാ. വേഫർ കഴിച്ചപ്പോൾ അവരുടെ തൽക്കാലം കയറ് നിറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ കളിക്കേണ്ട മൂഡിലായി. അങ്ങനെ അത്യാവശ്യം ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു ഗാർഡൻ പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ അങ്ങോട്ട് ഓടി അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് പോയി ജസ്റ്റ് അവരെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളേർ അങ്ങോട്ട് കളിക്കുന്നു ഇങ്ങോട്ട് കളിക്കുന്നു, ഭയങ്കര ബഹളവും ജഗപൊകയായിരുന്നു. അങ്ങനെ ഈ വീഡിയോയ്ക്ക് കുറച്ച് മുന്നിൽ നമ്മൾ ട്രാഫിക് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ സംസാരിച്ച് പോയപ്പോൾ അങ്ങോട്ട് വിട്ടുപോയത് കേട്ടോ പറയാൻ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയൊരു കാർ, അതിനകത്തൊരു സ്പൈഡർമാൻ ഇങ്ങനെ നിൽക്കുന്ന പോലെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ആ വണ്ടിയുടെ ഒപ്പം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര യുദ്ധമായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ അവരുടെ ഒപ്പം കുറച്ച് നേരമൊക്കെ ഫോളോ ചെയ്തൊക്കെ അടുത്തൊക്കെ പോയി. പിന്നെ അവസാനം അവർ മുന്നിൽ പോയോ അതോ ഞങ്ങൾ മുന്നിൽ പോയോ, അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം. അങ്ങനെ പിന്നെ നമ്മൾ അതിനുശേഷം നമ്മളിവിടെ എത്തിയത്. അങ്ങനെ പിള്ളേർ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ഗാർഡൻ പോലെ ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിലത്തെ തെച്ചി, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുഞ്ഞു നാരങ്ങ കേട്ടോ. അങ്ങനെ കുഞ്ഞു നാരങ്ങകളൊക്കെ തന്നെ പഴുത്ത് വീണ് കിടക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ എന്താ പറയുക, ബഡ് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും ചെടിയിൽ വഴിയിൽ നമ്മുടെ ഗുജറാത്ത് കഴിയാറായി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴിയിലൊരു ഹോട്ടലിൽ നിർത്തിയിരിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കളിക്കാൻ വന്നപ്പം അവർ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുന്ന സമയം കൊണ്ട് വന്നിരിക്കും കേട്ടോ. ഭയങ്കര വെയിൽ, പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ചുമ്മാ വന്ന് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിള്ളേർ പൊരിഞ്ഞ കളിയാണ്. അങ്ങനെ ഇത് വന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ചെണ്ട ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ കുറേ നാൾ ഗ്യാപ്പിന് ശേഷം ചെണ്ട കൊട്ടിയപ്പോൾ ഉണ്ടല്ലോ, മതലബ് കോല് വെച്ച് കൊട്ടിയപ്പോൾ കൈ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കിന്ന്. അതിങ്ങനെ വീർത്ത് വന്നു. ആദ്യം പസ് വന്നു, പിന്നെ പസ് വെളിയിൽ വന്ന് അങ്ങനെ അത് പൊട്ടി. പിന്നെ ഞങ്ങളങ്ങനെ അതാ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വേദനയായിരുന്നു അത്. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ പനീർ പക്കോട, ചായ, കോഫി, അതുപോലെ തന്നെ ചിലർ മസാല ദോശ, അങ്ങനെ പല ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പല ഐറ്റംസാണ് നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഒരുവിധം നമ്മുടെ വയറൊക്കെ ഒന്ന് നിറഞ്ഞ് അത്യാവശ്യം കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് പൗവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഐഷു. അവസാനം അത് തിന്നാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഗ്രിൽ സാൻഡ്വിച്ച് ആട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അത് വന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് സാധാ സാൻഡ്വിച്ചും അതുപോലെ തന്നെ പ്ലെയിൻ സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാ സാൻഡ്വിച്ച് ഇതും കൂടെ ഓർഡർ ചെയ്തത്, ചീസ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നത് വിത്ത് ചീസ്. അങ്ങനെ നമുക്ക് സാധാരണ സാൻഡ്വിച്ച് വന്നു, അത് കഴിച്ചു. നമ്മൾ ഇത് കണ്ടില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ മറന്നായിരിക്കും, വേണ്ട കുഴപ്പമില്ല ഒരെണ്ണം കഴിച്ചില്ലേ പിള്ളേർക്ക് മതി എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പനീർ പക്കോട ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കാരണം അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് അത് ആ പനീർ സാൻഡ്വിച്ച് പിന്നെ വന്നു അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ ഉച്ച സമയമായി, എവിടെയും ഫുഡ് കിട്ടുന്നില്ല, നമുക്ക് അറിയാത്ത വഴി. അങ്ങനെ ഇത് വന്നിട്ട് അറേബ്യൻ സീയുടെ മേളിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ പോയത്. മാപ്പ് കാണിച്ച റൂട്ട് പോയി ഞങ്ങൾ തിരിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ എവിടെയോ എത്തി. വിശന്ന് എല്ലാവരും അടപ്പ് തിരിച്ച് പിള്ളേരൊക്കെ കരഞ്ഞു തുടങ്ങി. നമുക്ക് നോക്കാം ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നോക്കാം എന്താ കിട്ടുകയെന്ന്. സമയം 4 മണിയായിരുന്നു. അങ്ങനെ ആ അറേബ്യൻ സീയുടെ അവിടെ നമ്മൾ അത്രയും ദൂരം വന്നു. 19 കിലോമീറ്ററോ മറ്റുണ്ടായിരുന്നു ആ ബ്രിഡ്ജ് മാത്രം അറേബ്യൻ സീയുടെ അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുവിധം ക്രോസ് ചെയ്ത് കുറേ ദൂരം വന്ന് കുറച്ച് വേഫറും അതുപോലെ തന്നെ നമ്മുടെ കടലമിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒരുവിധം നമ്മൾ പിടിച്ച് നിന്ന് മുന്നോട്ടെത്തി. ഫ്രണ്ടിൽ വന്നപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഫുഡിൽ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത്രയ്ക്ക് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് തൽക്കാലം നമ്മുടെ ശാന്തി മതലബ് വിശപ്പ് നമ്മൾ അടക്കി പിടിച്ച് നമ്മളങ്ങനെ ലോണാവാലയുടെ ഏകദേശം ബോർഡർ എത്താറായി കേട്ടോ. അങ്ങനെ അവിടെ വന്നിട്ട് വലിയൊരു ലോണാവാലയുടെ അല്ല, നമ്മുടെ എന്താ പറയുക പൂനെയുടെ ലോണാവാലയുടെ ഇപ്പോൾ ഏകദേശം പോകുന്നതിൻ്റെ ഒരു റൂട്ട് എത്തി. ഒരു വലിയൊരു നമ്മുടെ എന്താണ് ഗുഹ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തുമ്പോഴേക്കും നല്ല അടിപൊളി മഴ, ഇങ്ങനെ ഇരുണ്ട് കറുത്ത് കാർമേഘം മൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ഹൈവേയിൽ നമുക്കിങ്ങനെ ഒരു നമ്മുടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഞങ്ങൾ നിർത്തി. അവസാനം എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു, ഒരു ഐസ്ക്രീം കൊണ്ടൊന്നും ആവില്ലല്ലോ നമുക്ക്. അങ്ങനെ പിന്നെ ഫുഡ് കോർട്ടിൽ നിർത്തി വേഗം കഴിച്ച് ഇറങ്ങണം, മഴയുണ്ടെന്നുള്ള അവസ്ഥയായി. ഞങ്ങൾ വേഗം ഊട്ടിക്കൊണ്ട് വന്ന് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. അങ്ങനെ വേഗം കിട്ടിയ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കണ്ണൻ്റെ മോൾ അവളിങ്ങനെ ഡാൻസ് കളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ഭയങ്കര മസ്തിയായിരുന്നു. നല്ല എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് മസ്തി അടിച്ചിട്ടൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഈ പറഞ്ഞൊരു താലി വാങ്ങിച്ചു. അതിൽ ചോറ്, പൂരി, ചപ്പാത്തി, കറികൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ചാസ്, പാവ് ഭാജി എന്തൊക്കെയോ മിക്സ് വാങ്ങിച്ച് എല്ലാവരും കൂടെ കൈയിട്ട് വാരി. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ആരൊക്കെ വാങ്ങിച്ചെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ മാംഗോ ജ്യൂസ്, മാംഗോ ഷേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സംഭവമെന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അങ്ങനെ പിന്നെ അത് ഓരോരുത്തർക്ക് കൊടുത്ത് കുടിച്ച് തീർത്തു. ആദ്യം വേറെ എന്തോ വാങ്ങിച്ചിട്ടോ, ഓറിയോടെ അങ്ങനത്തെ ജ്യൂസ് എന്തോ വാങ്ങിച്ചത്, അത് ഞാനും കുടിച്ചു. അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി മഴ പാറാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഹജുവേട്ടനും ആരും കൂടെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ പുറപ്പെട്ടു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. നല്ല മഴയുടെ ക്ലൈമറ്റിൽ നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. എല്ലാവർക്കും വയറ് നിറഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം, എല്ലാവരും ഓണായി. ശരിക്കും ഉച്ചയ്ക്ക് ഞങ്ങളെ വലച്ചത് വേറൊന്നുമല്ല, ഞങ്ങൾ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു ട്രാഫിക്കിൽ പെട്ടും 2-3 മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ട് ഒരേ സ്ഥലത്തുനിന്ന് 1 ഇഞ്ച് അനങ്ങാതെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾക്ക് അത്രയും മതിയായത്. ടൈഗർ ലോണാവാല എത്തിയത് ടൈഗർ പോയിന്റ് അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ നമ്മൾ അങ്ങനെ ഞങ്ങൾ എത്തി. നോക്കാം നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നൊക്കെ. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ട്രിപ്പൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. പക്ഷേ നല്ല അടിപൊളി വഴി, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ്. നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണെന്ന് താഴോട്ട് പോയിട്ട്. ലേക്ക് സൈഡാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ടെൻറ്റിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഐഷു വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ലോണാവാലയിൽ വന്നിട്ടുണ്ട്, പാവന ഡാമിൽ. പക്ഷേ ഈ ഒരു ഏരിയ അല്ലായിരുന്നു കേട്ടോ, ഈ ഒരു സ്പോട്ടല്ലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ ഏതോ ഒരു സൈഡിലുള്ള ഏതൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷേ എന്തായാലും എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സ്ഥലത്തിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന സ്പോട്ടായിരുന്നു കേട്ടോ. കാരണം അത് ടെൻറ്റും നമ്മൾ ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു എങ്കിലും പക്ഷേ അത്യാവശ്യം എന്താ പറയുക ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആയിരുന്നു കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വന്നു. ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുത്ത് ക്ഷീണിച്ച് കുഴഞ്ഞ് അവശരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ മാങ്ങയൊക്കെ വീണ്ടും ഞാനും ആദ്യമൊക്കെ കൂടെ മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതുപോലെ തന്നെ അതായത് കണ്ണൻ്റെ മോള് എല്ലാവരും കൂടെ മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേഗം പോയിട്ട് അച്ചോട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചായയും ബജിയും റെഡി ആയിട്ടുണ്ട്, എളുപ്പം വാ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോയി. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ സ്നാക്സ് കഴിച്ച് ഇങ്ങനെ ഓരോരുത്തർ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അങ്ങനെ അതിനാണ് ഞാൻ ഈ ശ്രദ്ധിച്ച് ചിരിക്കുന്നതും അങ്ങോട്ട് നോക്കുന്നതും ചിരിക്കുന്നത് എടുക്കുന്നതൊക്കെ അത് കേട്ടിട്ടാണ് കേട്ടോ. അങ്ങനെ അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പ്ലീസ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താനും സെയിം ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുമ്പം എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ താഴത്തെ നമ്മുടെ സ്പോട്ടിലേക്ക് പോകണം. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ ഐഷനോട് പറയുന്നുണ്ട്. അതായത് വെയിറ്റ് ലോസിനെ പറ്റിയിട്ടും ഇടയ്ക്ക് നാട്ടിൽ പോയി വെറുതെ ഇരുന്ന് കഴിച്ച് വെയിറ്റ് കൂടി അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആളോട്. പുതിയ വീട്ടിലേക്ക് മാറി അധിക ദിവസം താമസിച്ചിട്ടൊന്നുമില്ല, പോയി ഒന്ന് സെറ്റ് ആവണം, അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ എല്ലാവരുടെയും അടുത്തെത്തി. ഇതാണ് ബീച്ച് എന്ന് പറയണത്. അങ്ങനെ അതിന് മുന്നേ അജുവേട്ടൻ, കണ്ണൻ, ആരു, ആദി എല്ലാവരും ഫസ്റ്റേ പോയി കേട്ടോ. അപ്പം ഞങ്ങൾ പതുക്കെ നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ കാൽപ്പാടുകളുണ്ടായിരുന്നു. ആക്ച്വലി അത് പട്ടിയുടെയായിരുന്നു. പക്ഷെ ഞങ്ങൾ പരസ്പരം പേടിപ്പിക്കുമായിരുന്നു അത് പുലിയുടെയാണ് അല്ലെങ്കിൽ ഇത് കടുവയുടെയാണ്, ഇവിടെ പുലി വരും കടുവ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പരസ്പരം കളിയാക്കും പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു പാറയുടെ അവിടെ നമ്മൾ ബാഗ് ഷൂസൊക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങി കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടപ്പോൾ. പക്ഷെ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരുന്നു, സഹിക്കാൻ വയ്യായിരുന്നു നമുക്ക്. അങ്ങനെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ മാക്സിമം ഇതിനകത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓൺ വോയിസ് കട്ട് ചെയ്തിട്ട്. കാരണം വേറൊന്നുമല്ല കേട്ടോ, കാരണം ഇതിലിപ്പം കണ്ണനാണെങ്കിലും ഐഷു നമ്മളെല്ലാവരും പരസ്പരം ഹിന്ദിയിലാണ് സംസാരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഓൺ വോയിസ് കൊടുക്കുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഐഷുമാരൊക്കെ ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ നല്ല രസമായിരുന്നു. ആദ്യം എന്നോട് ഇങ്ങനെ കളിയൊക്കെ മുതലി ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ സഹിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇരുട്ടാവുന്നവരെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഒന്ന് ഇരുട്ടിയ ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പതിയെ മേളിലോട്ട് പോയി. അങ്ങനെ അതിനിടയ്ക്ക് അജുവേട്ടൻ പപ്പയോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ കുറേ നമ്മൾ എൻജോയ് ചെയ്ത് പോട്ടോ. പിള്ളേർക്കൊന്നും തിരിച്ച് നമ്മൾ കരയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് വരിക വേണ്ട, അത്രയ്ക്ക് അവർ എന്താ പറയുക എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ പരസ്പരം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കിയിട്ടൊക്കെ കുറേ സമയം പോയി കേട്ടോ. എന്തായാലും നമുക്ക് വെക്കേഷനിൽ നല്ലൊരു ട്രിപ്പായിരുന്നു. സാധാരണ ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കൂടെ പോകുന്നതാണ് കേട്ടോ ഒരു ട്രിപ്പ് ഇവരുടെ കൂടെ. പക്ഷേ ഇപ്രാവശ്യം അവരും എങ്ങും പോയില്ല, ഞങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വെക്കേഷനിൽ ഒരു മാസമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിൽ പോയി നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ള ട്രിപ്പായിരുന്നു നമ്മൾ ഇത്രയും ലേറ്റായിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ സമയത്തുള്ള ആദ്യത്തെ ട്രിപ്പാട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇടയിലാണ് പോകാറുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ആ എൻജോയ്മെൻറ്റിനൊക്കെ നല്ലൊരു തിരിച്ചടി എനിക്ക് കിട്ടി. അത് നമുക്ക് വഴിയേ വരെ ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോയും കൂടെ കാണുമായിരിക്കും കേട്ടോ ഈ ട്രിപ്പിനെ പറ്റിയിട്ട്. കാരണം ഇല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് 3 വീഡിയോ ആയിട്ടാണ് ഞാൻ എന്താ പറയുക നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളിത് ഇരുട്ടായപ്പോൾ പതുക്കെ നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണ്. പിന്നെ മേളിൽ പാട്ട് കൂത്ത് കാര്യങ്ങൾ അങ്ങനെ മാക്സിമം. പിന്നെ കുറേ വീഡിയോസിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ വോയിസ് ഞാൻ കൊടുക്കാതിരുന്നതും ഈ പറഞ്ഞ പോലെ വണ്ടിയിലാണെങ്കിലും മ്യൂസിക് ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമല്ലല്ലോ, വേറെ വരുന്ന ആൾക്കാർ കസ്റ്റമേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അവർ പാട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിച്ച് തകർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ വോയിസ് ഒക്കെ ഞാൻ മതലബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാത്രി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ മേളിലോട്ടൊക്കെ പോയി. അങ്ങനെ മേളിൽ പോയിട്ട് കുറേ ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ, വീഡിയോ എടുത്തുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഡാൻസും പാട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ എൻജോയ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഇവരൊക്കെ കൂടെ ഭയങ്കര തകർക്കലായിരുന്നു മേളിൽ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടൊന്നും ആരുടെയൊക്കെയോ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ മേളിലോട്ടൊക്കെ കയറി പോയി. അങ്ങനെ നമ്മൾ മേളിലേക്ക് വന്ന് അപ്പോൾ നമ്മുടെ ഫുഡ് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വെജും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു ഫുഡിൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വെജിൻ്റെ അത് സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ പനീറായിരുന്നു കേട്ടോ. പനീർ ടിക്ക എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ പോയിരുന്നിട്ട് അജുവേട്ടനും ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അത് അവർ നമ്മളോട് ഫ്രൈ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനും ഇരുന്ന് ഫ്രൈ ചെയ്തിട്ട് എൻ്റെയും വീഡിയോ എടുത്തു എന്നൊക്കെ അജുവേട്ടൻ പറഞ്ഞു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഇതിനകത്ത് ഒരു വീഡിയോ പോലും കാണുന്നില്ല കേട്ടോ. ഞാനിരുന്ന് ചെയ്തതിൻ്റെ എന്തായാലും പോട്ടെ, മിസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം ഇരുന്ന് ഈ പറഞ്ഞ പോലെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ കൂടെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കണ്ടിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്ന് എൻജോയ് ചെയ്ത് എന്താ പറയുക പാട്ടൊക്കെ വെച്ച് അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഈ ക്യാരംസൊക്കെ കളിക്കുന്നതിന് മുൻപ്, അതായത് നമ്മൾ നേരത്തെ പാട്ടിൻ്റെ കൂടെ എൻജോയ് ചെയ്ത ആ സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം നല്ലൊരു പണി കിട്ടി. അതായത് ആരൂന കണ്ണൻ്റെ മോളുണ്ടല്ലോ, അവളും ആദ്യം കൂടെ ഇങ്ങനെ മേളിലോട്ട് കയറി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പൂച്ച ഞങ്ങളുടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തലോടാൻ പോയി. അവസാനം അതിൽ ചെറിയൊരു മാന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആരൂന്. അങ്ങനെ പിന്നെ നമ്മൾ മൊത്തത്തിൽ ടെൻഷനായി. അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ ചെറുതായിട്ട് ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ പിന്നെ ഭയങ്കര ടെൻഷനായി. അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആകെ മൂഡ് സ്പോയിൽ ആയിട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധം നമ്മൾ സ്വയം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ പിന്നെ പതുക്കെ പോയിട്ട് വാക്സിനൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് വന്നിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ക്യാരംസ് കളിപ്പിച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി അവർ ക്യാരംസ് എടുക്കാൻ പോയതാണ്, അപ്പോഴാണത് സംഭവിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതേ കിടക്കാൻ പോകണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.